ഹായ് ഗൈസ്, വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു ഇയർ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഒരു താറാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാനായിട്ട്. അപ്പോൾ താറാവ് കറി വയ്ക്കണതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. അപ്പോൾ താറാവ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. ഒരു വലിയ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ തിളച്ചപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ തേങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ സവാള അതേപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയായിട്ട് ചേർക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇതൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും സവാള വഴന്നിട്ടുണ്ടാവും. സവാള വഴന്നതിന് ശേഷം ഈ മസാല സവാളയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാല എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം നമുക്ക്. അതിനായിട്ട് നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മസാലയും സവാളയും എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. മസാലയും സവാളയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം പാകമായിട്ടുണ്ട്. നന്നായിട്ട് മൂത്തിട്ട് അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരണേ. അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള താറാവ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ താറാവ് മുങ്ങാനായിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ താറാവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കണം. താറാവും ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി കിട്ടണം. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ അതേ നമ്മുടെ താറാവ് കറി ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ താറാവ് വെന്ത് അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണയൊക്കെ താറാവിൻ്റെ ആ നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി നമ്മൾ താറാവ് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. ഈ സമയത്ത് കറിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിപ്പോൾ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോലെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.